എല്ലാവർക്കും സ്നേഹവന്ദനം. ജോൺ ജബരാജുമായ വിഷയം ഭയങ്കര ആളിക്കത്തുകയാണ്. ഇപ്പോൾ നിലവിൽ അത് കേസ് നടക്കുകയാണ്. അപ്പോൾ ചില വിഷയങ്ങൾ ഞാൻ പറയാം. ഞാൻ വീഡിയോ ചെയ്തു. പലരും അതിനകത്ത് കമൻറ്റിൽ കൂടെയും വിളിച്ചും പല കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതല്ല. അതിൻ്റെ എന്ത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം പബ്ലിക് ഇഷ്യൂ ആയ വിഷയമാണിത്. പബ്ലിക് ഇഷ്യൂ ആയ ഈ സബ്ജക്റ്റ് നമ്മൾ ഒരിക്കൽ പോലും ഊഹാപോഹങ്ങൾ വെച്ചോ അല്ലെങ്കിൽ തെളിവില്ലാത്തതിൻ്റെ പേരിലോ ചെയ്യാറില്ല. പബ്ലിക് ഇഷ്യൂ നിൽക്കുന്ന വിഷയമായാൽ എന്തെങ്കിലും കാതലായ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജബരാജിൻ്റെ ഈ വിഷയവും ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം അവർ ചോദിച്ചത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് ജബരാജ് തെറ്റ് ചെയ്തില്ല എങ്കിൽ ഒളിവിൽ പോയി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് പുള്ളിക്കാരൻ ഈ ട്രാപ്പിൽ അകപ്പെട്ടു? അതിനുള്ള മറുപടി ഇതിനകത്തുണ്ട്. മൂന്നാമത്, പലരും ഫേസ്ബുക്കിൽ പുള്ളിക്കെതിരെ പുള്ളി ഇങ്ങനെ ആടിയും പാടിയൊക്കെ നിന്നതുകൊണ്ടാണ് സംഭവിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന് മൂന്നിനുമുള്ള മറുപടിയുണ്ട്. ഒന്നാമത്തെ മറുപടി, എന്തുകൊണ്ട് പുള്ളി ഒളിവിൽ പോയി? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതൊരു പോക്സോ കേസാണ്. അടിപിടി കേസോ അല്ലെങ്കിൽ മോഷണ കേസോ അല്ല, പോക്സോ കേസാണ്. ജാമ്യമില്ല വകുപ്പ് ചുമത്തുവാൻ പ്രേരിപ്പിക്കുന്ന കേസാണ് പോക്സോ കേസ്. ഇനി ഈ പോക്സോ തമിഴ്നാട്ടിൻ്റെ രീതി അനുസരിച്ച് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഈ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ മർദ്ദിക്കും. 2, കൊല ചെയ്യപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. പല സംഭവങ്ങളും വ്യാജ ഏറ്റുമുട്ടൽ കൂടെയൊക്കെയും കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോക്സോ കേസ് ആകയാൽ പുള്ളി അല്പം മാറി നിൽക്കുകയായിരുന്നു. തെറ്റു ചെയ്താലും ചെയ്തില്ലേലും കുഞ്ഞുങ്ങൾ വന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അത് കേസ് തന്നെയാണ്. പിന്നെയാണ് അതിന് തെളിവും അന്വേഷണങ്ങളും കേസിൻ്റെ വിലയിരുത്തലുകൾക്കും ചെയ്യുന്നത്. അതുകൊണ്ട് മാറി നിന്ന് ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം കുറയ്ക്കുവാനും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടില്ല എന്നാലും പരിശ്രമിച്ചു വക്കീലിൻ്റെ ഗൈഡ് അനുസരിച്ച്. പക്ഷേ നടന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ മാറി നിന്നത്. ഇവിടെ തെറ്റ് ചെയ്തിട്ടാണോ മാറി നിൽക്കുന്നത്? തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പോക്സോ കേസാണ്. ഇനിയിപ്പോൾ എന്തു പറയുന്നു അതേ കോടതി അംഗീകരിക്കുള്ളൂ. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസിന് കുറ്റവിമുക്തമായി വിടുകയുള്ളൂ. അതുകൊണ്ടാണ് പുള്ളി മാറുന്നത്, കുറ്റം ചെയ്തിട്ടൊന്നുമല്ല. ഈ രണ്ടാമത്തെ ചിന്ത, ഫേസ്ബുക്കിൽ പലരും പുള്ളിക്കുള്ള ദൈവം കൊടുത്ത ശിക്ഷയായി എഴുതിയിട്ടുണ്ട്. പുള്ളി ഉപദേശത്തെ വളച്ചൊടിച്ചു. ഞാൻ പുള്ളിയുടെ ഉപദേശത്തെ അംഗീകരിക്കുന്നില്ല. പുള്ളി ചെയ്ത ശുശ്രൂഷ ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ ഒരു വീണ് കിടക്കുമ്പോൾ അവനെ ചവിട്ടി താഴ്ത്തുവാൻ ഇനിയിപ്പോൾ മനസ്സില്ല. മനസ്സിലായല്ലോ. പിന്നെ ഫേസ്ബുക്കിൽ പല പാസ്റ്റർമാരൊക്കെ എഴുതിവിട്ടിട്ടുണ്ട്, പുള്ളിയുടെ ഉപദേശപ്രകാരം തെറ്റ് ചെയ്തതുകൊണ്ടും ആടിയും പാടിയും നൃത്തച്ചുവടുകൾ വെച്ചുമൊക്കെ ലോകവരം പോയതുകൊണ്ടാണ് ദൈവം ശിക്ഷിച്ചു എന്നാണ് പറയുന്നത് പോക്സോ കേസിൽ. ഞാൻ ചോദിക്കട്ടെ കർത്തദാസന്മാരെ, അങ്ങനെ കേരളത്തിനകത്ത് പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിനകത്ത് വിശുദ്ധിയോടെ നിന്ന ഉപദേശപ്രകാരം പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്ത കർത്തദാസന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പെണ്ണ് വിഷയം പറഞ്ഞിട്ടുണ്ട്, ഇമ്മോർ ആക്ടിവിറ്റി വിഷയം പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് എത്രയോ ദാസന്മാരുണ്ട്. തെളിവ് സഹിതം പറഞ്ഞുതരാം. തെളിവ് ചെയ്ത തെളിവല്ല, പറഞ്ഞ വിഷയങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയെങ്കിൽ കേരളത്തിനകത്തും മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമായി വിശുദ്ധി ഉപദേശപ്രകാരം നിന്ന കർത്തദാസന്മാർക്കെതിരെയും ഇതുപോലുള്ള അപകീർത്തി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതൊന്നും ശരിയല്ല. ദേവദാസന്മാർ മനസ്സിലാക്കുക, ഒത്തിരി കൂട്ടത്തിൽ വീഴുമ്പോൾ ചവിട്ടി താഴ്ത്തുകയല്ല. പുള്ളിക്ക് തെറ്റ് ചെയ്തില്ല എങ്കിൽ പുള്ളി മടങ്ങി വരുവാനും, തെറ്റ് ചെയ്തെങ്കിൽ, ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നു, നിങ്ങളുടെ ചിന്തയ്ക്ക് പറയുന്നതാണ്, ചെയ്തില്ല എങ്കിൽ ചെയ്തെങ്കിൽ തിരുത്തി വരുവാനുള്ള അവസരം കൊടുക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഒരാളെ ചവിട്ടിത്താഴ്ത്തുകയും അപകീർത്തിക്കപ്പെടുകയും അവർക്ക് അനുകൂല വാർത്ത ഇട്ടവരെ പബ്ലിക്കിൽ ഒരു മോശം അനുഭവം കൊണ്ടെത്തിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്, എന്താണ് കേസിനാസ്പദമായ വിഷയം? നിങ്ങൾക്കറിയാമോ, 1,42,00,000 രൂപ ഈ ജബരാജിന് യൂട്യൂബിൽ നല്ല വരുമാനമുണ്ട്. തൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററുമായി
ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് തൻ്റെ വരുമാനങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. 1,42,00,000 രൂപ യൂട്യൂബ് വരുമാനം, 1,42 അല്ല, ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബ് വരുമാനമായി ഈ നമ്മുടെ ജബരാജിന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ശുശ്രൂഷയിൽ അത് വേറെ സാമ്പത്തികം. അങ്ങനെ യൂട്യൂബിലെ വരുമാനവും തനിക്ക് കിട്ടുന്ന ശുശ്രൂഷയുടെ വരുമാനവും സഹായിക്കുന്ന വരുമാനവും എടുത്ത് താൻ ഒരു ബിൽഡിംഗ് പണിയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റും മറ്റു ചിലരും, ഞാൻ പബ്ലിക് പേര് പറയുന്നില്ല, ചിലർ ചേർന്ന് ഈ 1,42,00,000 രൂപ താൻ ബിൽഡിംഗ് വയ്ക്കാൻ വെച്ചുന്ന ക്യാഷ് മുക്കുവാൻ പരിശ്രമിച്ചു. അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അത് കൊണ്ടുപോവുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെതിരെ കൊണ്ടുപോയ വ്യക്തികൾക്കെതിരെ പുള്ളി തടയിടുകയും കേസ് മുഖാന്തരം അവരെ മുമ്പിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ ജബരാജ് പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് ഈ പോക്സോ കേസ്. മനസ്സിലാകുന്നുണ്ടോ? പുള്ളിയെ പൂട്ടിയാലേ അവർക്കെതിരെയുള്ള ഇത്രയും വിലമതിപ്പുള്ള കേസിൻ്റെ കേസ് മുമ്പോട്ട് പോകാതെ ഇരിക്കണമെങ്കിൽ ജബരാജ് ലോക്കാകണം, ജബരാജ് ഒതുക്കപ്പെടണം. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ നേരത്തെ കേസുമായി വന്നു, ഒരു ഫാമിലി വിഷയം ഇടപെട്ട് ചേർന്ന് ആ വിഷയത്തെ കൊണ്ടുവന്ന് പുള്ളിയെ ലോക്കാക്കാൻ നോക്കി, വിജയിച്ചില്ല. അടുത്ത പരിപാടി പുള്ളിയെ ലോക്ക് ചെയ്യണമെങ്കിൽ അവർ കൂടിയാലോചിച്ചു. ഈ 1,42,00,000 രൂപ തൻ്റെ താൻ ബിൽഡിംഗ് വയ്ക്കാൻ വെച്ചിരുന്ന ക്യാഷ് ഇവർ അപഹരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഈ ജബരാജനെ തടഞ്ഞു. അതിൻ്റെ പ്രത്യുപകാരമായി ഈ ജബരാജ് കേസ് മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജബരാജിനെ ഈ പോക്സോ കേസിൽ മുക്കിയത്. ഇനി കോമൺ സെൻസ് ഇന്നലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ പരസ്യമായി ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ കേസ് കൊടുത്തവരും പറയുന്നത് എന്താ, ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് അപമാനിച്ചു വന്ന. ഇത്രയും ഒരു ഉന്നത പദവി നിൽക്കുന്ന മനുഷ്യന് കോമൺ സെൻസ് ഇല്ലേ? ഇത്രയും ബർത്ത്ഡേ പാർട്ടി വെച്ച് 2 കുഞ്ഞുങ്ങളെ, 2 കുഞ്ഞുങ്ങളെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പിന്നെയും കുഴപ്പമില്ല, 2 കുഞ്ഞുങ്ങളെ ബർത്ത്ഡേ പാർട്ടി ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ പരസ്യമായിട്ട് എന്താ പറയണേ, ഉപദ്രവിച്ചു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിലത് യോജിക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിച്ചുകൊള്ളുക. എനിക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഈ ജോൺ ജബരാജുമായുള്ള ഇനി ഒരു വിഷയം ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് ജോൺ ജബരാജുമായുള്ള വിഷയം. പ്രിയമുള്ളവരെ, നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു, പുള്ളി അത്രമാത്രം വിഷമിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുണ്ടെന്ന് വെച്ചോ, അവൻ ഇന്നലകളിൽ നമുക്ക് ഭയങ്കര ദ്രോഹം ചെയ്തവനാണ്. ഇന്നലെ വരെ അവൻ്റെ ആശയങ്ങളോട് അവൻ്റെ സ്വഭാവങ്ങളോട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ കുഞ്ഞ് ഇന്ന് വീണ് കിടക്കുകയാണ്. ഞങ്ങൾ പറയും, ഇന്നലെ അവൻ്റെ വീട്ടിനകത്ത് സമാധാനം തന്നില്ല, എനിക്ക് ദ്രോഹം ചെയ്തവനാണ്, അതുകൊണ്ട് അവൻ്റെ വീണ് കിടക്കുമ്പോൾ പോയി കൈകൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. ഇന്നലത്തെ മറന്ന് അവൻ്റെ വീഴ്ചയിൽ നാം ഓടിയെടുക്കില്ലേ? ഇതുപോലെയാണ് ദൈവം. ഇന്നലകൾ അവൻ ചിലപ്പോൾ ദൈവദൃഷ്ടമില്ലാതെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് പറ. അവൻ്റെ വീഴ്ചയിൽ കൈകൊട്ടിച്ചിരിക്കുവാൻ ദൈവം ദുഷ്ടമനുഷ്യനല്ല, സ്നേഹമുള്ള നീതിയുള്ള മനുഷ്യനാണ്. വീഴ്ചകൾ സന്തോഷിക്കുന്നവരെ, വീഴ്ചയിൽ ആഘോഷിക്കുന്നവരെ നിങ്ങളോട് എനിക്ക് സഹതാപമാണ്. ഇനിയിപ്പോൾ പുള്ളി വീണതുകൊണ്ട് ഞാൻ പുള്ളിക്കെതിരെ വീട് ചെയ്യണമെന്ന് പറയുന്നുവെങ്കിൽ മനസ്സില്ല. പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അവർ കർത്താവിൻ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ 10 ശക്തിയോടുകൂടെ തിരിച്ചു കൊണ്ടുവരും. ഇനി ഈ പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സഹോദരന്മാരും സഹോദരിമാരും ദൈവദാസന്മാരെ, നിങ്ങൾ എത്രയോ പ്രാവശ്യം അറയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ക്ഷമിക്കണം ഇത്ര 10,000 കോടി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടില്ലേ? ക്ഷമിക്കണമേ, തെറ്റ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചത്? അപ്പോൾ തിരിച്ചു വന്നിട്ടില്ല, നിങ്ങളാരും തിരിച്ചു വന്നല്ലോ. അതുകൊണ്ട് ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കും, ആത്മാവ് ശക്തീകരിക്കും, ബലപ്പെടുത്തും. ഈ പോക്സോ കേസ് 100% കെട്ടിച്ചമച്ചതാണ്, 100% കുരുക്കിയതാണ്, 100% പുള്ളിയെ ഒതുക്കുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. കുടുംബത്തിൽ ഉള്ളവരും താൻ കെട്ടിപ്പടുത്തിയെടുത്ത സാമ്രാജ്യവും താൻ തട്ടിയെടുത്ത സഹോദരങ്ങളും ഊട്ടി വളർത്തിയ കൂട്ടുപ്രിയമുള്ളവരും തൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിച്ച പലരും കൂടെ ഒത്തുചേർന്ന് തന്നെയാണ് തന്നെ ഈ കേസിനകത്ത് ഒതുക്കിയത്. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ പലരും വീഡിയോകളും പുള്ളിക്കെതിരെ ചെയ്യുന്നുണ്ട്.
ഞാൻ പറയും, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ വല്ല തെറ്റ് റീച്ച് ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാനും നിങ്ങളെ ആവശ്യമില്ലാത്തതൊന്നും നിങ്ങൾ ഈ എന്താ പറയുക ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഇടരുത്. സത്യങ്ങൾ മാത്രം ചെയ്യുക. ഇനി പല എന്നോട് ചോദിക്കാറുണ്ട് വെള്ളപൂശാൻ ശ്രമിച്ചു എന്ന്. വെള്ളപൂശാൻ ശ്രമിച്ചതെന്നല്ല, സത്യം തന്നെ പറഞ്ഞതാണ്. പിന്നെ പലരും പറയാൻ പൈസ ഉണ്ടാക്കാൻ. എൻ്റെ പൊന്ന സഹോദര, ആവേശ വിദ്യാഭ്യാസവും പിന്നെ ദേശീയ കൃപയും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ വേറെ ഒരുപാട് വഴികൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി യൂട്യൂബ് കൂടെ പൈസ ഉണ്ടാക്കി ഉപജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ യേശുപ്പൻ സമൃദ്ധിയായി അനുഗ്രഹമായി കഷ്ടതയിൽ കൂടെയും സമൃദ്ധിയോടുകൂടെ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ എൻ്റെ യേശുപ്പൻ ശക്തമായി നടത്തുന്നുണ്ട്. പിന്നെ തെറ്റുകൾ വരുമ്പോൾ അതെങ്ങനെ എന്താ പറയുക, തെറ്റ് ചെയ്യാത്ത ഒരുവനെ ക്രൂശിക്കുമ്പോൾ, തെറ്റ് ചെയ്യാത്തൊരുവനെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ അതിനെ അനുകൂലിക്കുവാൻ മനസ്സില്ല. കാരണം നമ്മുടെ മനസ്സ് വിശുദ്ധമാകയാൽ, നിഷ്കളങ്കമാകയാൽ, കപടമില്ലാത്ത, മായമില്ലാത്ത, വക്രതയില്ലാത്ത മനസ്സാകയാൽ എനിക്ക് തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കുമ്പോൾ അനുകൂലിക്കുവാനോ സപ്പോർട്ട് ചെയ്യാനോ മനസ്സില്ല. ഇനിയിപ്പോൾ എനിക്കെതിരെ വീഡിയോ ഇട്ടാലും എനിക്കെതിരെ ഫേസ്ബുക്ക് കമൻറ്റ് വന്നാലും അത് അംഗീകരിക്കുവാനും മനസ്സില്ല. പ്രിയമുള്ളവരെ, തകർന്നു കിടക്കുന്ന ആ ഭക്തന് വേണ്ടി, ഭാരപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഒരു നിമിഷം ദൈവത്തോട് അവന് ശക്തി കൊടുക്കണം, ബലം കൊടുക്കണമേ, നല്ല മനുഷ്യനായി, നല്ലവനായി എന്ന് പറഞ്ഞ സ്വഭാവത്തിലല്ല, ഉപദേശപ്രകാരത്തിൽ തിരിച്ചു വരുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ പല കന്യാസ്ത്രീമാരും അച്ഛന്മാർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കന്യാസ്ത്രീകൾ ഉപദ്രവിക്കുക അച്ഛന്മാരെ സഭകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? കൂടെ നിന്നിട്ട് തെറ്റ് ചെയ്തിട്ടും. അപ്പോൾ തെറ്റ് ചെയ്യാത്തൊരുവിന് വേണ്ടി എന്തിനു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം? ഒരുവനും ചവിട്ടി താഴ്ത്തണം, ഒരുവനെ കുറ്റപ്പെടുത്തണം? ഹൃദയം ഉടയപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി ആ അണിയകത്തകപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കൂ. ഞാൻ ജിനി ജബരാജുമായ വിഷയമായി ഞാൻ വീഡിയോ ചെയ്യില്ല. 100% ട്രാപ്പാണ്, കുരുക്കാണ്. ദൈവം നിങ്ങൾ സഹായിക്കുമാറാകട്ടെ. ആമേൻ.